മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ? ആശങ്കയ്ക്ക് എന്താണ് അടിസ്ഥാനം? അനാവശ്യ പരിഭ്രാന്തി പരത്തരുത് എന്നതാണ് ജലവിഭവ മന്ത്രിയുടെ ഉൾപ്പെടെ അഭ്യർത്ഥന. ഡാം പൊട്ടില്ലെന്നും സുരക്ഷിതമാണെന്നും സർക്കാർ നിലപാടെടുക്കാൻ പ്രധാന കാരണം സുപ്രീംകോടതി നിയോഗിച്ച സമിതിയാണ്. ഡാമിനെ കുറിച്ച് അമിത ആശങ്ക വേണ്ടെന്ന് വിവിധ പരിശോധനകൾക്ക് ശേഷം വിദഗ്ധ സമിതി കോടതിയെ ഉൾപ്പെടെ അറിയിച്ചതാണ്. മാത്രമല്ല, ഡാമിനെ പല കാലത്തായി ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. വെള്ളത്തിന്റെ തള്ളലിലും പാറകൾ ഇളകിയും തകരാതിരിക്കാൻ സുക്കിക്കൊണ്ട് കോൺക്രീറ്റ് ഉപയോഗിച്ച് പല ഘട്ടത്തിൽ ശക്തിപ്പെടുത്തിയതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നതാണ് വിദഗ്ധ സമിതിയുടെയും സർക്കാരിന്റെയും ഒക്കെ നിലപാട്. നമുക്കറിയാം, 129 വർഷത്തോളം പഴക്കമുണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിന് ശേഷം. ചുണ്ണാമ്പ് മിശ്രിതം ഉപയോഗിച്ചാണ് ഈ ഡാമിന്റെ നിർമ്മാണമെന്നതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാലക്രമത്തിൽ ചുണ്ണാമ്പ് വെള്ളത്തിൽ പക്ഷേ ഒലിച്ചു പോകാം, അങ്ങനെ ബലക്ഷയം വരാം എന്നൊക്കെയാണ് ആശങ്കപ്പെടുന്നവർ പ്രധാനമായും ബാധിക്കുന്ന. ഭൂമികുലുക്കം പോലെ മറ്റെന്തെങ്കിലും ഉണ്ടായി ഡാം തകർന്നാൽ അത് ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളെ മുക്കിക്കളയുമെന്ന വലിയ ആശങ്കയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നതും. അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും തകരില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ഈ ആശങ്കയൊക്കെ പൊതുവായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. മുല്ലപ്പെരിയാറിൽ സാധാരണ ജലനിരപ്പ് ഏറെക്കുറെ 136 അടിയോളമാണ്. അതായത് 15 TMCയോളം വരും. ഒരു TMC എന്നാൽ 2832 കോടിയോളം ലിറ്റർ ജലമാണ്. ആശങ്കപ്പെടുന്ന ചിലർ പറയുന്നത് മുല്ലപ്പെരിയാറിന് കേട് പറ്റിയാൽ വണ്ടിപ്പെരിയാർ, ഏലപ്പാറ പ്രദേശത്ത് കൂടി ഇടുക്കി അണക്കെട്ടിലേക്ക് 50 അടി വരെ ജലപ്രവാഹം ഉണ്ടാകും എന്നാണ്. നമുക്ക് ഇതിൽ കാണാം, ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് ജലം ഈ ഭാഗത്തൂടെ ഒഴുകി വരികയാണെങ്കിൽ ഇവിടെ ഇടുക്കിയിൽ ആർച്ച് ഡാമുണ്ട്, തൊട്ടടുത്തായി തന്നെ ചെറുതോണി അണക്കെട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചെറുതോണി അണക്കെട്ടിനും ഇടുക്കി അണക്കെട്ടിനും ഈ വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയാണെങ്കിൽ നേര്യമംഗലത്തേക്കും ഭൂത്താൻകെട്ട് ഭാഗത്തേക്കുമൊക്കെ ഈ ജലം വലിയ തോതിൽ കുത്തി ഒഴുകി വരാൻ സാധ്യതയുണ്ട്. വലിയ ജലത്തെ പോലും തടയാൻ ഇടുക്കി ഡാമിന് കഴിയുമെന്ന് വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നാണ് വിമർശകർ പറയുന്നത്. ചെറുതോണി വഴി ജലം കവിഞ്ഞ് താഴേക്ക് വന്നാൽ വെള്ളം കുതിച്ച് നേര്യമംഗലത്തും ഭൂത്താൻകെട്ടിലും ഒക്കെ തടയാൻ കഴിയാതെ പെരുമ്പാവൂർ, കാലടി, അങ്കമാലി, ആലുവ പ്രദേശങ്ങളെ മുക്കി കടലിലേക്ക് പോകുമെന്നാണ് ഈ ആശങ്കപ്പെടുന്ന ആളുകളൊക്കെ പറയുന്നത്. സർക്കാർ അതൊക്കെ തള്ളിക്കളയുന്നുണ്ട്. മറുഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ വഴിയും ജലം ഒഴുകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ഈ വിമർശകർ പറയുന്നത്. കുളമാവിൽ നിന്ന് മലങ്കര ഡാം വഴി തൊടുപുഴയിലേക്കും കോട്ടയത്തിന്റെ ഭാഗങ്ങളെ മുക്കി അരൂരിനും കൊച്ചിക്കും ഇടയിൽ നാശമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ വാദം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത്. മാത്രമല്ല, പല മേഖലകളിലും വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടാകുന്ന തരത്തിൽ ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ അത്യാഹിതം ഉണ്ടാകുമെന്ന ചർച്ചകളൊക്കെ നേരത്തെ ഉണ്ടായതാണ്. അപ്പോഴും ഡാമിന് ബലക്ഷയമില്ല എന്നൊരു പൊതുനിലപാടാണ് സർക്കാരും സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുമൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ ആശങ്ക പരിഹരിക്കുന്നതിന് ഒരു പുതിയ ഡാം എന്ന ആവശ്യം തന്നെയാണ് ശക്തിപ്പെടുന്നത്.